നല്ലോണം ദുആ ചെയ്യണം. ദുആഇന് നല്ല ഫലമുണ്ടെന്ന് വിശ്വസിക്കണം. സ്വഹാബത്ത് ദുആ ചെയ്ത് എത്രത്തോളമാണ് കണ്ടില്ലേ നിങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവർക്ക് ദുആഇന്റെ ഫലം അനുഭവിച്ചറിഞ്ഞവരാണ്. ഈ മജ്ലിസിൽ എത്രയോ ഫലങ്ങൾ അനുഭവങ്ങളുണ്ട്. അത് 100 അല്ല 1000 അല്ല ധാരാളം ഉണ്ട്. അല്ലാഹു ദായിമാക്കി തരട്ടെ. അങ്ങനെ ധാരാളം മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടെ ആമീൻ പറയണം. എപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആയിലും പ്രതീക്ഷയോടെ ആമീൻ പറയണം. അത് ചെറിയ ദുആയാണെങ്കിലും ആമീൻ കുറക്കണ്ട, വലിയ ദുആയാണെങ്കിലും ആമീൻ കുറക്കണ്ട. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന കൊണ്ട് എത്ര ധൈര്യം സംഭരിച്ചു. മഹാനവറുകളെ വിളിക്കാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞേക്കാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു ധിക്കാരിയായ ഭരണാധികാരിയാണ്. ഒരുപാട് നല്ല മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അവസാനം കൊലപ്പെടുത്തിയത് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മഹാനവറുകളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ ഇയാൾ കത്തിവെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാളെ ശരീരത്തിലും കത്തിവെക്കാൻ ഇയാൾക്ക് നീ ആവതു നൽകല്ലേ അല്ലാ. പിന്നതിന് ശേഷം ഹജ്ജാജിന് ഗുരുതരമായ രോഗമാണ്. ശരീരമാസകലം വേദനയാണ്. ചോദിക്കുമ്പോ പറയും, ഇതാ സഈദ് ബിൻ ജുബൈർ എന്റെ മുന്നിൽ വന്ന് എന്നെ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, എന്നെ താക്കീത് ചെയ്യുന്നു, എന്റെ ശരീരം മുഴുവനും വേദനിക്കുന്നു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റിയത് ഈ ഹജ്ജാജാണ്. ആ ഹജ്ജാജ് ബിൻ യൂസുഫ് എതിരായി സംസാരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ വിട്ടു. അപ്പോ അന്വേഷിക്കാൻ പോയ ആളുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാൻ സഖഫി റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനവറുകളെയാണ് ഹജ്ജാജ് വിട്ടത്. അനസ് ബിൻ മാലിക്കിനെ തേടി പിടിച്ചു കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചു ഹജ്ജാജ് ബിൻ യൂസുഫ് അന്വേഷിക്കുന്ന ആളായതുകൊണ്ട് എവിടെങ്കിലൊക്കെ മറിഞ്ഞിരിക്കായിരിക്കും കരുതി. ഞാൻ പോയി നോക്കുമ്പോ വീട്ടുപിടിക്കൽ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഉഷാറിരിക്കുന്നുണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്ത് പേടിയാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഉണ്ട്. ഹദീസിൽ വന്ന പ്രാർത്ഥന വലിയ അവലംബമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വാതിൽ പടിക്കൽ. അപ്പൊ ഞാൻ ചെന്നു, എന്തേ വന്നു? ഭരണാധികാരി വിളിക്കുന്നുണ്ട്. ഏത് ഭരണാധികാരി എന്ന് ചോദിച്ചു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസുഫ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിലയും വെക്കാതെ പറഞ്ഞു, അല്ലാഹു അയാളെ പരാജയപ്പെടുത്തട്ടെ. അല്ലാഹു അയാൾക്ക് അഭിമാനം നൽകുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ആ മനുഷ്യൻ അക്രമം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. പരിധി വിട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബിനും സുന്നത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇങ്ങനെ കുറെ രാജാവിനെ എതിർത്ത് പറഞ്ഞ് വിളിക്കാൻ വന്ന ആളോട് തന്നെയാണ് എതിർത്ത് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാൻ സഖഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറച്ചിലൊന്ന് നിർത്തിയിട്ട് വേഗം വരൂ. രാജാവ് എന്നോട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി, നിങ്ങളെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി വിട്ടതാണ്. മഹാനവറുകൾ ഉടനെ എണീറ്റു, വസ്ത്രമൊക്കെ അണിഞ്ഞു, രാജാവിന്റെ ഹജ്ജാജിന്റെ മുന്നിൽ വന്നു. മുന്നിൽ വന്ന് ധൈര്യസമേതം നിന്നു. ചോദിച്ചു, നിങ്ങളാണോ അനസ് ബിൻ മാലിക്? അതെ, ഞാനാണ്. അന്തല്ലദീ തദഉ അലൈനാ വതസുബ്ബുനാ, നമുക്ക് എതിരായി പ്രാർത്ഥിക്കുന്നത് നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാണ്. നമ്മളെ പഴിക്കുന്നത് നിങ്ങളാണോ? നാം, ഞാൻ തന്നെയാണ്. എന്തിനാണ് അങ്ങനെ എന്നെ പഴിക്കുന്നത്? ലിഅന്നക ആസിൽ ലിറബ്ബിക, ഹജ്ജാജേ, നീ റബ്ബിനെ ധിക്കാരം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എത്ര സ്വഹാബിമാരെയാണ് നീ ക്രൂശിച്ചത്, എത്ര നല്ല മനുഷ്യന്മാരെയാണ് നീ തുറങ്കിലടച്ചത്, എത്ര പാവങ്ങളെയാണ് നീ പീഡിപ്പിച്ചത്. മുഖാലിഫുൽ ലിസുന്നത്തി നബിയിക, നബിന്റെ സുന്നത്തിന് നീ എതിര് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തഇസ്സു അദാ അല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കൾക്ക് നീ അഭിമാനം നൽകുന്നു. വതുദില്ലു ഔലിയാഹു, മിത്രങ്ങളെ നീ ഗൈത്തുന്നു. ധൈര്യസമേതം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുന്നിൽ വെച്ച് ഇപ്പൊ എല്ലാരും നോക്കാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യം. എത്ര വലിയ ധൈര്യം. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയോ? അനസ് റളിയല്ലാഹു അൻഹു, അല്ല, എനിക്കറിയില്ല. നിങ്ങളെ ഞാൻ മോശപ്പെട്ട രീതിയിൽ കൊല്ലാൻ പോവുകയാണ്.
അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അലിംതു അന്ന ദാലിക ബിയദിക ലഅബത്തുക മിൻ ദൂനില്ലാഹ്. ഹജ്ജാജേ, എന്റെ കൊലപാതകം നിന്റെ കൈകൊണ്ടാണെന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആരാധിക്കുമായിരുന്നു. നിനക്ക് നടക്കൂല, എന്നെ കൊല്ലല് നിനക്ക് നടക്കൂല. ഹജ്ജാജ് ചോദിച്ചു, എന്തേ അത്? ലിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമനീ ദുആ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രഭാതത്തിലും ഇത് പ്രാർത്ഥിച്ചാൽ ലം യകുൻ ലിഅഹദിൻ അലൈഹി സബീൽ, ഒരാൾക്കും ആക്രമിക്കാൻ കഴിയൂല. ഇന്ന് രാവിലെയും ഞാനത് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊല്ലാന്നുള്ള പരിപാടിയൊക്കെ പുതിയ വെച്ചാൽ മതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദുആ, ദുആ ഞാൻ ഇന്നും ദ്വാരന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കൂല. ധൈര്യസമേതം പറഞ്ഞപ്പോ ഹജ്ജാജ് ചോദിച്ചു, ആ ദുആ ഒന്ന് പഠിപ്പിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ദുആ, മഅദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ആർക്കെങ്കിലും അത് പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. കാരണം നിങ്ങൾ ചൂയിന്ന് അന്വേഷിച്ച് എങ്ങനെങ്കിലും ആ ദുആ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ചു തരാൻ എനിക്ക് പൂതിയില്ല. നിങ്ങൾ അക്രമം ചെയ്ത് ജീവിക്കുന്ന ഭരണാധികാരിയാണ്. ഒരുപാട് പേര് ആക്രമിച്ചത് കൊണ്ടാണ് ഈ ദേശം. സഹോദരങ്ങളെ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയാണ്, ഖല്ലു സബീലഹു, പറഞ്ഞേക്ക് പോയിക്കോട്ടെ. അപ്പുറത്ത് വാളും പിടിച്ച ആളുകളൊക്കെ കാത്ത് റെഡിയായി നിൽക്കാൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ ഹജ്ജാജ് അവസാനം എന്ത് പറയും? വെട്ട് തലക്ക് എന്ന് പറയും. ആ ഹജ്ജാജ് പറഞ്ഞു, ഖല്ലു സബീലഹു, വഴിമാറി കൊടുക്കി പോയിക്കോട്ടെ. ഇതാരാ? ഖാദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എത്ര ധൈര്യം! തങ്ങളോട് ബന്ധപ്പെട്ട് തങ്ങൾ പഠിപ്പിച്ച ദുആന്റെ പിൻബലത്തിലുള്ള ധൈര്യമാണ്. പ്രാർത്ഥന നമ്മുടെ വലിയൊരു പിൻബലമാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം. എല്ലാ നിസ്കാരത്തിന് ശേഷം, ഒറ്റ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന വിടാൻ പറ്റൂല. കാരണം ഏതാണ് അള്ളാഹു പരിഗണിക്കാന്ന് പറയാൻ പറ്റൂല. മക്കത്തും മദീനത്തൊക്കെ എത്തുന്ന ആള് അവിടെ എ സി റൂമിൽ കിടന്നുറങ്ങാൻ പോകല്ല. ഇതിന്റെ പരമാവധി ഹറമിലിരുന്ന് മത്താഫിന്റെ ചുറ്റുഭാഗത്ത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് സ്ഥലങ്ങളൊക്കെ ദ്വാരക്കണം. ഒരു തവാഫ് കഴിഞ്ഞാൽ റൂമിൽ പോകണം, വിശ്രമിക്കണം, ഉറങ്ങണം. എന്നാ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം. അസ്ലറാവിലും നിസ്കരിച്ച പെട്ടെന്ന് പിന്നെ റൂമിൽ പോകണം. എന്നാ പിന്നെ അങ്ങോട്ട് പോകണം. ആ വലിയ ചാൻസ് കിട്ടിയിട്ട് പ്രാർത്ഥനക്ക് വലിയ ഫലം കിട്ടുന്ന നാട്ടിലെത്തിയിട്ട് പിന്നെയും നമ്മൾ ക്ഷീണം കാണുകയാണെങ്കിൽ അവിടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ശബ്ദം പുറത്തേക്ക് വന്നിട്ട് ജനങ്ങൾ വന്നിട്ട് ഇത് കഅബയാണ്, തങ്ങളെ നിങ്ങളെല്ലാരും നോക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് ശബ്ദം പതുക്കെയാക്കണമെന്ന് പറഞ്ഞ് ശബ്ദം പതുക്കെയാക്കാൻ പറഞ്ഞിട്ടും ശബ്ദം പതുക്കെയാക്കാതെ പിന്നെയും പൊട്ടിക്കരഞ്ഞ് ദ്വാരുന്ന മഹാനാണ് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ മകൻ അലി റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. സൈനുൽ ആബിദീൻ എന്നാണ് വിളിക്കുന്ന പേര്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ ഹിജ്ർ ഇസ്മായിലിന്റെ പരിസരത്ത് വെച്ച് പ്രാർത്ഥിച്ച് ശബ്ദം ഉറക്കെയായി പോയി. ആളുകളൊക്കെ ഓടിക്കൂടി. എല്ലാവരും ബഹുമാനിക്കുന്ന മഹാനാണ്. തങ്ങളുട്ടിയോട് പറഞ്ഞു, ഒന്ന് ശബ്ദം പതുക്കെയാക്കണം. എവിടെന്നാണ് ഇത് ദ്വാരക്കുന്നത്? നിങ്ങൾ നോക്ക്. പൊട്ടിക്കരഞ്ഞു. ദുആഇന്റെ ശബ്ദം ഹറമിന്റെ ഉള്ളിൽ വീശിയിട്ട് ആളുകളൊക്കെ ഓടി വരികയാണ്. കാരണം അള്ളാഹുവിനോടല്ലേ ചോദിക്കുന്നത്. അവന്റെ ബഹുമാനമുള്ള വീടിന്റെ പരിസരത്ത് വെച്ചല്ലേ, അതും ഹിജ്ർ ഇസ്മായിൽ വെച്ചല്ലേ ചോദിക്കുന്നത്. നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറവ് വരുത്തരുത്. നമ്മുടെ വലിയൊരു ആയുധമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എപ്പോഴും മുറുകെ പിടിക്കണം. വീട്ടിൽ കയറിയാലും ദ്വാരക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. വീട്ടിൽ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ് വ ഖൈറൽ മഖ്റജ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ്. അല്ലാഹുവേ, നല്ല പ്രവേശന സ്ഥലം ഞാൻ ചോദിക്കുന്നു. വ ഖൈറൽ മഖ്റജ്, നല്ല പുറപ്പെടാൻ പറ്റിയ സ്ഥലവും ഞാൻ ചോദിക്കുന്നു. അതെ, ഈ വീട്ടിലേക്ക് കയറുമ്പോ എനിക്ക് നല്ല പ്രവേശന സ്ഥലമാക്കി തരണം. ഇവിടുന്ന് പുറത്തു പോകുമ്പോഴും നീ സങ്കടം തരരുത്. വീട്ടിലേക്ക് കയറുമ്പോ ചൊല്ലേണ്ട ദുആയാണ് ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ.
ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു തസ്കരനെയും പേടിക്കേണ്ടതില്ല, ഒരു പൂവാലനെയും പേടിക്കേണ്ടതില്ല. ഇതാരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയിൽ അവലംബിക്കണം, മുറുകെ പിടിക്കണം, അതിന്റെ മധുരം അനുഭവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ പ്രത്യേകം ദുആ ചോദിച്ചു വാങ്ങിയത് മഹാന്മാർ. നിസ്കാരത്തിൽ ദുആർക്കാൻ പ്രത്യേകം ദുആ ചോദിച്ചു വാങ്ങിയില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നബി എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, അദൂബിഹി ഫീ സ്വലാത്തി, ഞാൻ എന്റെ നിസ്കാരത്തിൽ ഇത് പ്രാർത്ഥിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നിസ്കാരത്തിൽ ദുആർക്കാൻ ചോദിച്ചു വാങ്ങിയ ദുആയാണ്. ആരാണിത് ചോദിച്ചു വാങ്ങുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലൈലത്തുൽ ഖദറിൽ പ്രത്യേകം ദുആർക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചോദിച്ചു വാങ്ങിയില്ലേ? അപ്പോഴല്ലേ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ദുആയുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കി വിട്ടു. ഞാൻ നബിതങ്ങൾ പഠിപ്പിച്ച ദുആ ദുആർന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നൊന്നും ചെയ്യാൻ പറ്റൂല, ഒഴിവാക്കി കൊടുക്കുക. പരിചാരകൻ ചോദിക്കാണ്, അയ്യുഹൽ അമീർ, ഓ ഭരണാധികാരി, എത്ര ദിവസമായി നമ്മൾ ഇയാളെ തെരഞ്ഞെടുക്കുന്നത്? അനസ് മാലിക്കിനെ കണ്ടെത്താൻ എത്ര ദിവസം തെരഞ്ഞു നടന്നു, സാഹസപ്പെട്ടു. എന്തേ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കി കൊടുത്തത്? ഹജ്ജാജ് പറയാണ്, റഅയ്തു അലാ ആതിഖിഹി അസദൈനി അദീമൈനി ഫാത്തിഹൈനി അഫ്വാഹുമാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇരുത്തോളിലും രണ്ട് സിംഹം വാപ്പിളർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനെങ്ങാനും തൊട്ടാലേ ആ രണ്ട് സിംഹവും രണ്ട് ഭാഗവും കടിച്ചണം. അതുകൊണ്ടാണ് പെട്ടെന്ന് പേടിച്ചിട്ട് ഖല്ലു സബീലഹു, വഴി മാറിക്കൊടുക്കി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രണ്ട് തോളിലും രണ്ട് സിംഹം വാപ്പിളർത്തി നിൽക്കുന്നത് ആരാ കാണുന്നത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. എന്താ അതിന്റെ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ് അതിന്റെ കാരണം. പിന്നെ ആ ദുആ അനസ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുത്തു സുഹൃത്തുക്കളെ വിളിച്ചിട്ട്. എന്താണ് ആ ദുആ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി ഖൈറുൽ അസ്മാ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി അദാ, ബിസ്മില്ലാഹിൽ കാഫി, ബിസ്മില്ലാഹിൽ മുആഫി, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ് സമീഉൽ അലീം, ബിസ്മില്ലാഹി അലാ നഫ്സി വദീനി, ബിസ്മില്ലാഹി അലാ അഹ്ലി വമാലി, ബിസ്മില്ലാഹി അലാ കുല്ലി ഷൈഇൻ അഅതാനിഹി റബ്ബി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, الله أكبر. أعوذ بالله مما أخافه حاذر. الله ربي ولا أشرك به شيئا. عز جارك وجل ثناؤك وتقدست أسماؤك ولا إله غيرك. اللهم إني أعوذ بك من شر كل جبار عنيد وشيطان مريد ومن شر قضاء السوء ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഇത് ഉത്തരം കിട്ടുമെന്ന് പ്രസിദ്ധമായ ദുആ. ഈ ദുആ ഇന്ന് രാവിലെ ഞാൻ ദ്വാർന്നിട്ടാ വരുന്നത്, അതുകൊണ്ട് കൊല്ലാൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് ധൈര്യസമേതം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ദുആഇന്റെ ഫലമാണ് കണ്ട് നിങ്ങൾ നോക്ക്. ദുആ കൊണ്ട് വലിയ ഉത്തരം കിട്ടിയ മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരിക്കലും മാത്രമല്ല, പലപ്പോഴും പല സംഭവങ്ങളും ഞങ്ങൾ കൂടി വിശദീകരിക്കാം. നല്ലോണം ദ്വാർക്കണം, ദ്വാർന്നിട്ട് തിരക്കൂട്ടരുത്. മാലം യദുഉ ബി ഇസ്മിൻ, കുറ്റം കൊണ്ട് ദ്വാർക്കാൻ പാടില്ല. മക്കൾ എത്ര മോശമായാലും അനുകൂലമായിട്ടേ ദ്വാരക്കാവൂ. അത് പറഞ്ഞാൽ പലർക്കും ഈറയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അവസ്ഥ നിങ്ങൾ പറഞ്ഞു? ഈ ജാതി കാട്ടിക്കൂട്ടലൊക്കെ മക്കൾ കാട്ടിക്കൂട്ടിയിട്ട് പ്രതികൂലമായി ദ്വാരക്കാൻ പാടില്ല. വലാ തദുഉ വലാ അൻഫുസിക്കും, സ്വന്തത്തിന് പ്രതികൂലമായി ദ്വാരക്കാൻ പാടില്ല. വലാ തദുഉ വലാ ഔലാദിക്കും, മക്കൾക്കും പ്രതികൂലമായി ദ്വാരക്കാൻ പാടില്ല ഒരിക്കലും. കുട്ടി അങ്ങോട്ട് ബാപ്പാനും ഉമ്മാനെയും ധിക്കരിച്ചു പോയി, എന്നാലും ദ്വാരക്കേണ്ടത് എങ്ങനെ? അനുകൂലമായിട്ട് നന്നാക്കി കൊടുക്കാം. അങ്ങനെ നന്നാക്കി നമ്മള് അങ്ങനെ പോലെ ഓനൻ പോട്ടെ, എന്നിട്ട് എവിടത്തും ഞാനൊന്ന് നോക്കാം. ഓനൊന്ന് നല്ലൽക്ക് ജീവിക്കൂല, ഓനൊക്കെ കുടുങ്ങിയിട്ടേ നിൽക്കും. നമ്മളങ്ങോട്ട് തുടങ്ങും കുറച്ച് വാക്കുകൾ. കഴിഞ്ഞില്ലേ കഥ? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു ബാപ്പ മോനും കൂട്ടി കൊണ്ടുവന്നു. മഹാനവറുകൾ കണ്ടപ്പോ തന്നെ ചോദിച്ചു, ഈ കുട്ടി തീരെ അനുസരിക്കുന്നില്ല, ഭയങ്കര കുരുത്തക്കേടാണ്. ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലമായിട്ട് ദ്വാരന്നിരുന്നു.
അതേന്ന് പറഞ്ഞു. അന്ത അഫ്സത്തഹു, നിങ്ങളല്ലേ കേട്ടിട്ട് നിങ്ങൾ നന്നായിക്കോളി. എനിക്ക് ദ്വാരം തരാനാവൂല. ആരാ? അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. എത്ര പ്രഗൽഭനായ പണ്ഡിതനാണ്. മക്കൾക്കെതിരെ ദ്വാരക്കരുത്, എപ്പോഴും അനുകൂലമായിട്ടേ ദ്വാരക്കാവൂ. ഖുർആൻ പഠിപ്പിക്കുന്ന വലിയൊരു ചരിത്രമാണ് നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. 10 മക്കളും കൂടി എത്ര വിഷമാ വാപ്പാക്ക് സൃഷ്ടിച്ചത്. ഒരിക്കൽ പോലും ആ കുട്ടികളെ പുറത്താക്കിയിട്ടില്ല, പ്രതികൂലമായി ദ്വാരന്നിട്ടില്ല. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ പറയുന്നതിനൊക്കെ ഞാൻ അല്ലാഹുവിൽ സഹായം തേടിയിട്ടുണ്ട്. അതിവർക്ക് പ്രതികൂലമായ ഒരു ഭാഷയല്ല, ഖൈറല്ല തരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെയും പിന്നെയും മക്കളോട് സന്തോഷത്തോടെ പെരുമാറി നല്ല നിലക്ക് അവരെ കൂട്ടിച്ചേർത്ത്. സുബ്ഹാനല്ലാഹ്. അവസാനം നിങ്ങൾ കണ്ടില്ലേ, റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച രാവിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ ഉണ്ട് എന്ന വാർത്ത വന്ന് പറഞ്ഞപ്പോൾ മക്കള് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾ ഞങ്ങൾക്ക് ദ്വാർക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാർക്കണമെന്ന് ബാപ്പാനോട് മക്കള് വന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്തിട്ട് ആ മക്കള് വന്നിട്ട് തിരിച്ച് പശ്ചാത്താപം പറഞ്ഞാൽ, സഹോദരങ്ങളെ എന്ത് ചെയ്യണം? അമ്പിയാക്കളെ മാതൃകയാണ്. നിങ്ങൾക്ക് ഞാൻ ദ്വാർക്കാൻ അത്ര സങ്കടല്ലേ നിങ്ങൾ എനിക്ക് തന്നത്? എന്റെ കണ്ണിന്റെ കാഴ്ച കൂടി പോയില്ലേ? ഞാൻ വല്ലാതെ 10-35 കൊല്ലം വിഷമിച്ചില്ലേ? നിങ്ങളൊക്കെ പൊരേന്ന് ഇറങ്ങിപ്പോയിക്കോളി എന്നല്ല പറഞ്ഞത്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവോട് പൊറുക്കലിനെ തേടും, അല്ലാഹു പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. അപ്പറഞ്ഞ ദിവസം ഒരു വെള്ളിയാഴ്ച രാവാണ്. അത്തായത്തിന്റെ നേരത്തെ എഴുന്നേറ്റ് മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി നന്നായി ദുആ ചെയ്തു. പിന്നെയും 20 ചില്ലാനം കൊല്ലം ആ മക്കളെ കൂടെ സന്തോഷത്തോടെ അനുസരിക്കുന്ന മക്കളായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മക്കളെ കണ്ടു കഴിഞ്ഞു. മക്കളെല്ലാവരും മാതാപിതാക്കൾക്ക് അനുസരിച്ചു. അവര് സുജൂദിലായി വീണു എന്ന് പറഞ്ഞതിന്റെ അർത്ഥതാണ് ബാപ്പാനി ഉമ്മാനി അനുസരിച്ചു. നന്നായി അവരെ സ്വീകരിച്ചു, അവരെ വല്ലാതെ സ്നേഹിച്ചു. പിന്നെയും ആ അനുഭവം മിസ്റുകാര് മൊത്തം അനുഭവിച്ചില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് കാണിച്ച ദയാവായ്പുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെങ്കിലും കുസൃതി ചെയ്യുമ്പോഴേക്ക്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് മക്കൾ എതിര് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ അവര് പോകുമ്പോഴേക്ക്, എന്തെങ്കിലും എതിരായി കാണിക്കുമ്പോഴേക്ക് നമ്മൾ അവരെ വെറുക്കണ്ട, അവർക്കെതിരെ പ്രാർത്ഥിക്കണ്ട, അനുകൂലമായിട്ടേ പ്രാർത്ഥിക്കാവൂ. മാതാപിതാക്കളെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് അനുകൂലമായിട്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. വെള്ളിയാഴ്ച രാത്രി ദുആയിന് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മറ്റൊക്കെ മനസ്സിലാക്കിയ വെള്ളിയാഴ്ച രാത്രി റജബ് മാസത്തിൽ അത്തായത്തിന്റെ നേരത്തെ എഴുന്നേറ്റ് ദുആ ചെയ്തപ്പോ വലിയ ഫലം കണ്ടപ്പോ പിന്നെ ഒറ്റ വെള്ളിയാഴ്ച രാവും അത്തായത്തിന്റെ നേരമാകുന്നതിന്റെ മുമ്പ് യാക്കൂബ് നബി അലൈഹിസ്സലാം എഴുന്നേൽക്കാൻ വിട്ടിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ മാത്രമല്ല, ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. ഞാൻ മാത്രം പോരാ, വമിൻ ദുർരിയതി, എന്റെ സന്തതികളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരെ നീ തരണം. റബ്ബനാ വതഖബ്ബൽ ദുആ, ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രാർത്ഥന മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് നൽകുന്ന പ്രാർത്ഥന, അത് വലിയ ഉത്തരം പ്രതീക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു മുതലാണ്. കിട്ടുന്ന ചാൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തണം. നോമ്പുകാരൻ നോമ്പ് നോൽക്കുന്ന സന്ദർഭവും നോമ്പ് തുറക്കുന്ന സന്ദർഭവും ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. നോമ്പ് നോൽക്ക് തുടങ്ങുന്ന അത്താഴത്തിന്റെ സന്ദർഭം, നോമ്പ് തുറക്കുമ്പോ വെള്ളം കുടിച്ച് കാരക്ക കഴിച്ച ഉടനല്ലേ ആ സന്ദർഭം. ദുആക്ക് വലിയ ഉത്തരം പ്രതീക്ഷിക്കുന്ന സന്ദർഭം.
പക്ഷെ അപ്പൊ ബാക്കിയുള്ളതിലേക്ക് ശ്രദ്ധ പോയിട്ടൊരു പക്ഷെ ഇത് മറന്നു പോതാ. ഞാൻ പറഞ്ഞു അറിയോന്നറിയില്ല. അപ്പൊ നല്ലോണം മുതലാക്കണം. 29 നോമ്പാണെങ്കിലും 30 നോമ്പാണെങ്കിലും അത്താഴത്തിന്റെ നേരത്തും നോമ്പ് തുറക്കുന്ന നേരത്തും ദ്വാരക്കാനൊരു നിൽക്കും മറക്കരുത്. തറാവീഹ് നിസ്കാരം അത് കഴിഞ്ഞിട്ടുള്ള ദുആ നിങ്ങൾ നോക്കി. 20 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരല്ലേ, എത്ര വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദുആ വലിയ ശറഫാക്കപ്പെട്ട ദുആയാണ്. പക്ഷെ അതിന് നമുക്കൊക്കെ ഇഖ്ലാസ് കിട്ടണം. ഈ ഇഖ്ലാസ് കൂടുതലായി കിട്ടാൻ ഭക്ഷണം നല്ലോണം നിയന്ത്രിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് അങ്ങോട്ട് സ്വാലിഹീങ്ങളെ നോമ്പാകണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം കഴിവിന്റെ പരമാവധി ഹലാലാണ് എന്ന് തീർപ്പ് വരുത്തണം. ഒന്ന്. രണ്ടാമത്തത് അതിന്റെ ഖദർ മറക്കാൻ പാടില്ല. എത്രേ കഴിക്കേണ്ടത്? നോമ്പല്ലാത്ത സമയത്ത് ഒരു നേരത്ത് കഴിക്കുന്ന ഭക്ഷണം അത്രേ കഴിക്കാവൂ. അങ്ങനെ തറാവീൽ ഉറങ്ങൂല. നോമ്പല്ലാത്ത സമയത്ത് ഒരു നേരത്ത് കഴിക്കുന്ന ഭക്ഷണമല്ലേ, രാവിലെ ആയിക്കോട്ടെ ഉച്ചക്കായിക്കോട്ടെ ഒരു നേരത്ത് കഴിക്കുക. അത്രയാണോ നോമ്പ് തുറക്കുമ്പോ കഴിക്കല്? അല്ലല്ല. കാരണം വലിയ ക്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ ഫുള്ളായി. പിന്നെ കരിപൊരി വേറെ, പിന്നെ പത്തിരി. പൊറാട്ട ഇല്ലാത്ത വീടില്ല. പൊറാട്ട, അതേപോലെ തന്നെ വെള്ളപ്പം, നൂൽപുട്ട്, ഇതൊക്കെ കുറച്ചെങ്കിലും എടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അപ്പൊ അതൊക്കെ കുറച്ചു. പിന്നെ അതിലേക്ക് ഒരു കരിച്ചതും പൊരിച്ചതും വരട്ടിയതും അല്ലാത്തതും ഇതൊക്കെ പുറമെ പിന്നെ ഫ്രൂട്ട്സും ഒന്ന് കൂട്ടി നോക്കി. ഇത്ര വലിപ്പമുള്ള പള്ളേക്കാണ് ഒന്നായിട്ട് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ തറാവീഹിന് ഇങ്ങനെ വന്നിരുന്ന ഇശായിന്റെ അത്തയ്യാത്തതിനെ ഉറക്കം തുടങ്ങും. തറാവീഹിന് ഇങ്ങനെ 2 റക്അത്ത് നിൽക്കുമ്പോ ചെറിയ സൂറത്ത് ഓതിയാലും, നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഓത്ത് ഓതിയാലും ഇതിലങ്ങൾ മസ്തിഷ്കം മരവിച്ച് നമ്മൾ ഉറങ്ങും. ചിലര് ഉറങ്ങിയിട്ട് വീഴണ്ടാന്ന് എഴുതിയിട്ട് കബഡിക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? കാലക്കണ്ട് ഇമ്പെണ്ണം വീതിയിൽ ആ നൃത്തം തന്നെ മോശമാണ്. എന്തിനാ പിന്നെ ഓലൊക്കെ നിൽക്കുന്നത്? അല്ലാതെ നിന്നാ ഉറപ്പാ മുന്നുക്കോ വേക്കോ പോകും. അപ്പൊ നിയന്ത്രിക്കണം, നല്ലോണം നിയന്ത്രിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഞാൻ കളിക്ക് വേണ്ടി പറഞ്ഞതല്ല, റമളാൻ അല്ലാത്ത കാലത്ത് കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം അതിന്റെ ഖദർ അത്രയാക്കി ചുരുക്കി. എന്നാ പിന്നെ നിസ്കാരങ്ങളൊക്കെ നമുക്ക് സന്തോഷം, റാഹത്ത. ആ നിസ്കാരങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്, ആമീൻ പറയുമ്പോ 20 ആമീൻ പറയില്ല. 20 റക്അത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന തറാവീഹിൽ 20 ആമീൻ തന്നെ ഒരു നിസ്കാരത്തിൽ ഇങ്ങനെ തുരുതുരാ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാർ ആമീൻ പറയാണ്ടാകൂല. കാരണം ഒരു സൂറത്ത് തീരാ നേരത്തെ കയ്യെന്നെ കിട്ടുള്ളൂ. അതൊക്കെ ഈ മടുപ്പുകൊണ്ട് വരുന്നതാണ്. ആകെ ഒരു മാസത്തെ രാത്രിയിലെ നിസ്കാരല്ലേ, അത് റാഹത്തോടെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബത്തൊക്കെ വിശ്രമിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നേരം കൂടി ആരാധന. മദീനത്തെ സ്വഹാബിമാര് ഈ 4 റക്അത്ത് കഴിഞ്ഞൊരു വിശ്രമം ഉണ്ടല്ലോ, അതാണ് തറാവീഹ് എന്ന് പറഞ്ഞത്. വിശ്രമിച്ചു കൊണ്ടുള്ള നിസ്കാരം. നമ്മുടെ നാട്ടിൽ ദിക്റും സ്വലാത്തും ആയിട്ട് അങ്ങനെ ആ ടൈമൊക്കെ. സ്വഹാബത്ത് എന്ത് ചെയ്തിരുന്നു? മദീനത്തെ പള്ളിയിലെ സ്വഹാബിമാര് 2ഉം 4ഒക്കെ സെപ്പറേറ്റ് നിസ്കരിക്കും. ഇമാമ് നീക്കുമ്പോഴേക്ക് ഇടയിൽ നിസ്കരിക്കും. മക്കത്തെ സ്വഹാബിമാർ എന്ത് ചെയ്യും? തവാഫ് ചെയ്യും, 1 2 റൗണ്ട്. അപ്പൊ അതും ഇബാദത്താണ്. അല്ല വിശ്രമം എന്ന് പറഞ്ഞാൽ ഇരുന്നങ്ങനെ ഉറങ്ങാന്നല്ല, അത് വേറൊരു ഇബാദത്തായിട്ട് അവർ മുതലാക്കിയിരുന്നു. അങ്ങനെയാണ് തറാവീഹിന്റെ എണ്ണൊക്കെ ചില റിപ്പോർട്ടിൽ 36 വന്നത്. വരാൻ കാരണം അത് അതിന്റെ ഇടയ്ക്ക് വരും നിസ്കരിക്കും. അപ്പൊ ചില ആളുകൾ നിസ്കരിച്ചത് ഇത്രയെന്നുള്ള കണക്ക് വരും. 20 റക്അത്താണ് അതിന്റെ കറക്റ്റ് എണ്ണം. ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായി നിർത്തിയ ഇമാം, വലിയ ഖാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശേഷം നിങ്ങൾ ഓത്തു പഠിക്കണമെന്ന് എണ്ണി പറഞ്ഞവരിൽപ്പെട്ട മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. 6 ആളെ നബി തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനവർകളെ ഇമാമാക്കി നിർത്തിയ നിസ്കാരം 20ഉം 3ഉം 23 റക്അത്ത്, 3 റക്അത്ത് വിത്ർ. ആ നിസ്കാരത്തിന്റെ ഇടയിൽ അതും സ്വഹാബത്ത് നിസ്കരിക്കുന്ന നിസ്കാരം ദീർഘിച്ച നിസ്കാരമാണ്, കൂടുതൽ ഓത്ത് കേട്ടിട്ടുള്ള നിസ്കാരം. അതിന്റെ ഇടയിൽ 2 റക്അത്തും 4 റക്അത്തിന്റെ വിശ്രമത്തിൽ അവർ സുന്നത്ത് നിസ്കരിക്കുന്നു.
അപ്പൊ സഹോദരങ്ങളെ, വിശ്രമവും അവർ മുതലാക്കുകയാണ്. നമ്മൾ ആ ദിക്ർ മറക്കരുത്. ഇടയിൽ ചൊല്ലുന്ന ദിക്റില്ലേ, അത് ഉറങ്ങാനുള്ള ചാൻസ് അല്ല. ദിക്ർ നന്നാക്കി ചൊല്ലണം. ഇതിനൊക്കെ നമ്മുടെ ശരീരവും ഖൽബും ഉണർന്നു കിട്ടണം. ഖൽബിനെ ഖൽബുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ പള്ളക്ക്. താങ്ങാവുന്നതേ അതിൽ കഴിക്കാവൂ, അപ്പുറം കഴിക്കരുത്. അത് എല്ലാവർക്കും ദോഷമാണ് ചെയ്യുക. അതുകൊണ്ട് റമളാനു ശരീഫാണ് വരുന്നത്, നിയന്ത്രണം വേണം. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ 20 ആമീൻ തുടരെ കിട്ടുന്ന നിസ്കാരമല്ലേ തറാവീഹ്. അത് വെറുതെ ആകൃത പ്രാർത്ഥന, നല്ല ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാകണം. നല്ലവണ്ണം സന്തോഷത്തോടെ ആ നിസ്കാരം ഖബൂലായി കിട്ടണം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എങ്ങനെങ്കിലും നിസ്കരിച്ചാൽ പാപം പുറത്തു കിട്ടുന്നല്ല പറഞ്ഞത്. റമളാനു ശരീഫിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ നല്ല വിശ്വാസത്തോടുകൂടി, സുന്നത്ത് നിസ്കാരാണ് നല്ല വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വഹ്തിസാബ, പ്രതിഫലം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് ഇത്ര നീണ്ട നിസ്കാരായി പോയല്ലോ എന്നൊരു ചിന്ത വരാതെ, ഇത് ഇത്രയും നേരം കഴിയുമ്പോഴേക്ക് കുറെ ഇടങ്ങേറാകുമല്ലോ എന്ന് ചിന്ത വരാതെ, ഭാരമായി തോന്നാതെ, പ്രയാസമായി തോന്നാതെ, മടി തോന്നാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിസ്കരിക്കണം. എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ രണ്ട് കണ്ടീഷനും പാലിക്കണം. നിസ്കരിച്ചു നേടിയിട്ടാണ് പൊറുക്കുന്നു കൂട്ടണ്ട. ആ നിസ്കാരം ഈ രൂപത്തിൽ ഫലവത്തായ നിസ്കാരമാണ്. അപ്പോഴേ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അമൽ കൊണ്ട് പൊറുക്കൽ ചെറുദോഷാണ്. ചെറുദോഷം പുറത്തു കിട്ടാൻ തറാവീഹ് നിസ്കാരം വലിയ കാരണം. പക്ഷേ അതെങ്ങനെങ്കിലും നിർവഹിച്ചാൽ ഉണ്ടാകൂല. ഈമാനൻ വഹ്തിസാബൻ, നല്ല വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ച് വേണ്ടിയിട്ടാണ് ആ നിസ്കാരം എന്ന നിലക്ക്. നമ്മളൊക്കെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി നോക്കൂ നിങ്ങൾ. എത്ര പ്രായം ചെന്നവർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന തറാവീഹില് പ്രായാധിക്യത്തിലും വടി കുത്തിപ്പിടിച്ചവർ ജമാഅത്തിന് വന്നിരിക്കും. നിൽക്കാൻ കഴിയുന്നില്ല, വടിയിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് അവർ നിൽക്കുന്നത്. ആ വടി താങ്ങിയിട്ട് തന്നെയാണ് അവർ റുക്കൂയിലേക്കും സുജൂദിലേക്കൊക്കെ പോകുന്നത്. അത്രയും പ്രായമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനു ശരീഫ് വരുന്നു, വെറുതെ ആക്കാൻ പാടില്ല. നന്നായി മുതലാക്കണം. കഴിവിന്റെ പരമാവധി ആ റമളാനു ശരീഫിലെ പ്രാർത്ഥനകളിൽ ലാഭിക്കണം. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന അർത്ഥത്തിൽ നമ്മുടെ ഖൽബിൽ നിന്ന് അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായി വരണം. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ്, നോമ്പ് തുറന്നു കഴിഞ്ഞ ശേഷം നന്നായി നോമ്പിനെ പറ്റി വിലയിരുത്തണം. എന്റെ നോമ്പ് അല്ലാഹു തആല ഇന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്നാ നാളെ പറയൂല. നമീമത്ത് വന്നുപോയോ? നാളെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. എന്റെ എത്ര സമയങ്ങളാ ഞാൻ വെറുതെ കളഞ്ഞത്? നാളെ കളയൂല. ഓരോ ദിവസവും അതിന്റെ പ്രതിജ്ഞക്ക്, അതിന്റെ പുനരാലോചനക്കുള്ള സമയമാണ് മഗ്രിബിന്റെ ശേഷം. ചിലരെന്ത് ചെയ്യും? പകലൊന്നും സംസാരിക്കാൻ അവർക്ക് അത്ര അങ്ങോട്ട് ശരീരം ഒന്നും പൊന്തൂല, കാരണം പട്ടിണിയല്ലേ. അപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ പോകും. പള്ളിയിൽ നിന്നൊക്കെ ആർക്കും മാരിസ്കരിച്ചാൽ 10 നാട് ഇരിക്കുമല്ലോ, ഉടനെ അങ്ങാടിക്കറ്. എന്നിട്ട് ആ നോമ്പും ആ നിസ്കാരവും ആ സ്വതക്കി ആയിത്തിക്കാവും ഒക്കെ അങ്ങോട്ട് കളയും. വിശേഷിച്ചു ഇപ്പൊ വരുന്ന നോമ്പിൽ നല്ലോണം ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ കണക്ക് കൂട്ടി കീച്ച് നടന്നിട്ടൊരു കാര്യമില്ല. അതിലൊന്നും കാര്യത്തിലൊരു ഫലമില്ല. അതൊക്കെ പോണ സമയത്ത് പോകും, വരുന്ന സമയത്ത് വരുന്നല്ലാതെ നമ്മളെ ഈ നോമ്പ് നിസ്കാരമൊക്കെ അതിന് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാളിപ്പോ 5 വക്തിനും ജമാഅത്തിൽ വരികയാണെങ്കിൽ അയാൾ ആരോടും മിണ്ടാതെ പതുക്കെ അങ്ങാടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ചായ ഒക്കെ കുടിച്ച് ഒരു കലാം പറയാം, പറഞ്ഞോടൊക്കെ സലാം മടക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ച് റദിയിട്ട് പോവാണെങ്കിൽ ആ നിസ്കാരമൊക്കെ കിട്ടൂലേ? പക്ഷെ അങ്ങനെ കിട്ടൂലല്ലോ. കാരണം ചായ കുടിച്ച് കടി കഴിക്കുമ്പോഴേക്ക് ഹറാമായ കടി വരും. അപ്പൊ ഈ കടിന്റെ കൂടെ അത് കൂട്ടി അങ്ങോട്ട് കഴിക്കും. ഒരാള് ഒരഭിപ്രായം ചോദിച്ചു, മറ്റയാൾ അറിയില്ല, ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി, അത് തീർന്ന്. എന്നോട് ചോദിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയില്ലല്ലോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക, ടേസ്റ്റ് ഉണ്ടാക്കി തരും. ശൈത്താന്റെ ഒരു പണിയാണ്. സംസാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചു.
അപ്പൊ അതൊന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നേരം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതൊക്കെ എന്താ ഉള്ളത്. അങ്ങനെ കൂട്ടിക്കിഴിച്ച ഒന്നും ഉണ്ടാകൂല. ലാഭകരമാകണം നമ്മുടെ അമലുകളും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള നിയന്ത്രണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നോമ്പ് പോലത്തെ നോമ്പ് വേണമെന്ന് പറഞ്ഞു. മറിയം ബീവിന്റെ നോമ്പ് എങ്ങനെ? ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. എത്രയോ ആളുകൾ വന്നിട്ട് ചോദിക്കാണ് മറിയം ബീവിയോട്, എവിടുന്നാണ് ഈ കുട്ടി? നിങ്ങളെ ബാപ്പ നല്ല ആളല്ലേ, നിങ്ങളെ ഉമ്മ നല്ല ആളല്ലേ, സഹോദരൻ നല്ല ആളല്ലേ? ലഖദ് ജീതി ശൈഅൻ ഫരിയ. എല്ലാരും ചീത്ത പറയാണ്, ആക്ഷേപിക്കാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ തീരുമാനമല്ലേ വിജയിച്ചത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി അടക്കം നേർച്ചയാക്കിയിട്ടുണ്ട്. അടങ്ങി താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരാളോടും ഇന്ന് പ്രതികരിക്കാനില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരടക്കമാണ്, ഒതുക്കമാണ്. തോന്നുന്നവരോടൊക്കെ പ്രതികരിക്കാനുള്ളതല്ല നോമ്പ്. കഴിവിന്റെ പരമാവധി നോമ്പിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതികരിക്കാൻ പലരും പലതും പറയും. അവർക്കാണെങ്കിലോ നോമ്പുണ്ടാകൂല. അവർക്ക് നോമ്പിന്റെ ഒരു ലദ്ദത്തും ഉണ്ടാകൂല. ചിലപ്പോൾ നോമ്പ് നോറ്റിട്ടുണ്ടാകൂല. അവരെങ്ങനെ നമ്മളെ പിരികേറ്റാനോ നമ്മളുടെ അഭിപ്രായം ചോദിക്കാനോ. കാരണം ഇയാൾ എന്തെങ്കിലും ആളെ നേതാവിനെ പറ്റി പറഞ്ഞ ചാടുന്ന ആളാ. അപ്പൊ അയാളെ നോമ്പ് എങ്ങനെങ്കിലും ബാത്തിലാക്കണം. അതിനിപ്പുറത്തുണ്ടാകും ഒരാള്, അയാൾ എന്തെങ്കിലും ഒന്ന് തൊടുത്തു. അപ്പൊ മറ്റേ അപ്പൊ ഇയാള് പറഞ്ഞു, ഇയാൾ അങ്ങോട്ടും സുബ്ഹാനല്ലാഹ്. അപ്പൊ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? മുമ്പും പോയി. ഒരൊറ്റ കുട്ടിനോട് ഞാനിന്ന് സംസാരിക്കൂല എന്നൊരൊറ്റ തീരുമാനല്ലേ വിജയിച്ചത്. പിന്നെയും അവർ ചോദിച്ചപ്പോ മിണ്ടാതെ കൈകൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോഴല്ലേ അവർ ചോദിച്ചത് കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യാ. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാം? ഞങ്ങൾ എന്താ പോയത്തക്കാരാണോ? ഈ കുട്ടിക്ക് സംസാരിക്കാൻ തൊട്ടിലെ കുട്ടികളോട് ഞങ്ങൾ സംസാരിക്കല്ല. സംസാരത്തിന്റെ പ്രായത്തണ്ടേ. സംസാരിക്കാൻ എങ്ങനെയെന്ന് അവർ ചോദിക്കുമ്പോഴേക്ക് മറുപടി വന്നു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. കണ്ടില്ലേ നിങ്ങൾ അടക്കം കൊണ്ട് കിട്ടിയ വിജയം. മറിയം ബീവിന്റെ കറാമത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്തും രണ്ടുണ്ട് ഇതില്. വെറുതെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കോ? മറിയം ബീവി റളിയല്ലാഹു അൻഹ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ? അത് നടന്നില്ലേ? അവര് ചോദ്യത്തിന്, മറിയം ബീവിയോടുള്ള ചോദ്യത്തിന് കുട്ടിയല്ലേ ഉത്തരം പറഞ്ഞത്. അത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ മുഅ്ജിസത്താണല്ലോ. ആ കുട്ടി തുറന്നു പറഞ്ഞല്ലോ, ഇന്നി അബ്ദുല്ലാഹ്. നിങ്ങൾ വിചാരിക്കും പോലെ, നിങ്ങൾ പറയും പോലെ, പുലമ്പും പോലെ ഞാനൊരു ജാരസന്താനമല്ല. ഞാനൊരു ജാരസന്താനമല്ല. ഞാനൊരു പിതാവിൽ നിന്ന് ജനിച്ചതും അല്ല. ഇന്നി അബ്ദുല്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇതെന്റെ മാതാവ് തന്നെയാണ്. ശേഷം പറയുന്നുണ്ട് ബർറംബി വാലിദത്തി. ഇതെന്റെ മാതാവ് തന്നെയാണ്. മാതാവിൽ നിന്നാണ് ഞാൻ ജനിച്ചത് എന്നും പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവരോട് പറയുന്നുണ്ട് വജഅലനി നബിയ്യാ. എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്. ഇനി എനിക്കൊരു പുതിയ സങ്കല്പം, ഒരു ദൈവ സങ്കല്പം എനിക്ക് കൊണ്ടുവരേണ്ടതില്ല. ഞാനൊരു ദൈവത്തിന്റെ പുത്രനോ ഒരു അവതാരമോ ഒരു സങ്കല്പമോ അല്ല. വജഅലനി നബിയ്യാ. എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്. കൃത്യമായി മറുപടി പറഞ്ഞപ്പോ ചോദിച്ചവരൊക്കെ തോറ്റുപോയില്ലേ? അതെങ്ങനെ കിട്ടിയത്? അടങ്ങിയത് കൊണ്ടാണ്. അപ്പൊ നോമ്പിൽ വിജയം എന്തിനാണ്? വാ തുറന്നങ്ങനെ സംസാരിക്കുന്നതിനല്ല വിജയം, മിണ്ടാ നിൽക്കുന്നതിനാ വിജയം. അതാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നോമ്പ്. ആ നോമ്പ് ശരിക്കുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ പൊലച്ചക്ക് അത്താഴം കഴിച്ചിട്ടുള്ള നോമ്പല്ല അത്. അത് പിന്നെ നോമ്പിന്റെ ഒരു സവിശേഷത അങ്ങനെയാണ്, പ്രതികരിക്കാനില്ല. സൗം എന്ന് പറഞ്ഞാൽ ഇംസാക്ക് എന്നാണല്ലോ അതിന്റെ നേർക്കുനേറുള്ള അർത്ഥം. നിയന്ത്രിക്കുക, പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അല്ലാഹു ഏറ്റി തരട്ടെ. ചൂടാക്കുന്ന ആൾക്കാരുണ്ടാവും. അതന്നല്ലേ മനുഷ്യന്മാരെ പണി. പലരും ചൂടാക്കുമ്പോ ഒരു പക്ഷേ നമ്മൾ ഹാലളകൊന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ചൂടാക്കും.
അപ്പൊ നല്ലോണം നിയന്ത്രിക്കും. ഓ റമദാന് ശരിക്കും അയാളിൽ ഫലിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഒന്നും അയാൾ മിണ്ടുന്നില്ല. പിന്നെ നമ്മളെ പിന്നാലെ വരുമ്പോ ചിലപ്പോ ശൈത്താൻ പറയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നേർക്ക് പറഞ്ഞാൽ മതി. നേർക്ക് പറയാൻ തുടങ്ങിയാൽ നമ്മളെ നാവണ്ട് വളക്കും. അപ്പൊ പിന്നെ അതിന്റെ അപ്പുറം വരും. പറഞ്ഞു തുടങ്ങുമ്പോ നല്ല കാരണം ഞാനിപ്പോ നോമ്പായതുകൊണ്ട് എന്നോടൊന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു നിർത്തി. അപ്പൊ ശൈത്താൻ പറയാം അങ്ങനെ പറഞ്ഞാ പോരാ, അങ്ങനെ പറഞ്ഞാൽ ഓനക്കത് മറുപടി ആകൂല. എന്നാലും എന്നോടൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല. പിന്നെ തുടങ്ങി. അപ്പൊ ആദ്യം പറഞ്ഞെന്തിനാ? നോക്ക് നിങ്ങളപ്പ ഹൈറെന്താണ്? മിണ്ടാതിരിക്കലാണ്. എവിടെയും വിജയം അങ്ങനെ തന്നെയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് വിജയിച്ചതും അവിടെയാണ്. എത്ര പ്രതികൂലികളാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു. ശിഷ്യന്മാര് വന്ന് ചോദിച്ചു, ഉസ്താദേ മറുപടി ഒന്നും കൊടുക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിന് പറഞ്ഞു, ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. ഞാനൊരു മറുപടി പറഞ്ഞാൽ ഇനി അവര് അതിനേക്കാളും വലിയ കളവ് പറയും. പിന്നെയോ പിന്നെ അതിനേക്കാളും വലുത് പറയും. പിന്നെ അവരെ ഈമാനങ്ങ് തെറ്റിപ്പോയി നരകത്ത് പോകും. അതിനേക്കാളും അവരെ രക്ഷിക്കാനും നമ്മുടെ രക്ഷക്കും നല്ലത് വസ്സംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്ളൻ ലിസൗനിൽ ലിർളി സുലാഹു. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറയുമ്പോ, അല്ലെങ്കിൽ ബുദ്ധിക്ക് നല്ലോണം സ്ഥിരമില്ലാത്തവർ എന്തെങ്കിലും പറയുമ്പോ മൗനം പാലിക്കലാണ് ഏറ്റവും നല്ലത്. അതിനാണ് മഹത്വം. അഭിമാനം കാത്തു സൂക്ഷിക്കാനും നല്ലത് അതാണ്. അങ്ങനെ പല വാർത്തകളും വരും സഹോദരങ്ങളെ. പ്രതികരിക്കുന്ന നമ്മൾ, അവരെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ തോറ്റുപോകരുത്. നമ്മൾ വിജയിക്കണം. അവരതേ അധ്യായത്തിൽ നമ്മൾ തിരിച്ചടിക്കുമ്പോ പിന്നെ അടുത്തതിനേക്കാളും വലിയ നുണ പറയും. പിന്നെ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ നുണ പറയും. ഇതിനൊക്കെ നമ്മൾ നടന്നാൽ നമ്മുടെ അഭിമാനം ക്ഷയിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനും നല്ലത് മിണ്ടാതിരിക്കലാണ്. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉദാഹരണം പറഞ്ഞു, അമാ തറല്ലുസ്ദ തുഖ്ശാ വഹിയ സ്വാമിതതുൻ വൽ ഖൽബു യുഖ്സാ ലഅംദി വഹിയ നബാഹു. മിണ്ടാതിരിക്കുന്ന, പെട്ടെന്നൊന്നും പ്രതികരിക്കാത്ത, ശബ്ദിക്കാത്ത ഒരു ജീവിയുണ്ട്, സിംഹം. അതിനെല്ലാവർക്കും പേടിയല്ലേ? പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവും? മാർക്കറ്റിൽ ആരും ഉണ്ടാവില്ല. ഒരു പുലിന്റെ, നമ്മളെ നാട്ടിൽ ഒരു പുലി ഇറങ്ങിന്റെ ചിത്രം മൊബൈലിൽ നിന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കുട്ടിനെ വാപ്പിയും അങ്ങാടിക്ക് വിടൂല. പേടിയല്ലേ? അതതിലെങ്ങനെ പോയതാണ്, അതെവിടോ കാട്ടിലെത്തിപ്പോയി. പക്ഷെ ആൾക്കാർക്ക് പേടിയല്ലേ? നല്ലോണം റിപ്പോർട്ട് വന്നാലേ നമ്മളൊക്കെ ഇറങ്ങുള്ളൂ. എന്നാ അതെന്തെങ്കിലും ശബ്ദിച്ചോ, വഹിയ സ്വാമിത്വം. ഇങ്ങനെ കണ്ട എന്തൊരു ഒതുക്കത്തിലാണ്. ഇങ്ങനെ നമ്മൾ എവിടെങ്കിലൊക്കെ പോയി മൃഗങ്ങളെ കാണുകയാണെങ്കിൽ പലതും ഒച്ച ഉണ്ടാക്കും. ഇതുപോലെ ഒച്ച ഉണ്ടാക്കൂല അതിങ്ങനെ. പക്ഷെ എന്തൊരു പേടിയാണ് അതിന്. എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ട്, കൽബ്. എല്ലാരും അതിനാട്ടുന്നത് കണ്ടില്ലേ? വഹിയ നബ്ബാഹു. അതങ്ങനെ കൊരക്കും തോറും അതിനാട്ടിക്കളയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൊരക്കുന്ന ആളുകളാകണ്ട. നിങ്ങൾ കഴിവിന്റെ പരമാവധി മൗനം ദീക്ഷിക്കുന്ന, നല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തട്ടിപ്പോകുന്ന ആൾക്കാർക്ക് തോന്നിപ്പോകുന്ന രൂപത്തില് നിങ്ങൾ മൗനികളായിക്കോളൂ എന്നാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു മറുപടിയും പറഞ്ഞില്ല. എത്രയോ ഫിത്നക്കാരായ ആൾക്കാർ ഫിത്ന പറഞ്ഞു. ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഒരു മജ്ലിസ് കെട്ടിയിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവോട് ദുആയിരുന്നു. അല്ലാഹുവേ ഷാഫി ഇമാമിനെ നീ മരിപ്പിക്കണം, ഇല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. മാലിക് ഇമാമിന്റെ ഇൽമൊന്നും പോകൂല. കാരണം മാലിക് ഇമാമിന്റെ 10 ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അത് ഇങ്ങനെ മൂത്തിട്ട് ഹസദ് മൂത്തിട്ട് പറഞ്ഞ ഹസദ് നത്റുല്ലാഹു കാക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ നരകത്ത് പോകുന്ന 6 ആൾക്കാരിൽ ഒരാളാണ് ഹസദുൽ ആലിമീങ്ങൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാളോട് ഹസദ് വേണ്ട. എന്റെ ജ്യേഷ്ഠൻ അല്ലാഹു തആല വലിയ നിയമത്ത് കൊടുത്തു. ഞാൻ എന്തിനാ സന്തോഷിക്കണില്ല? എനിക്ക് ആവശ്യത്തിന് ചോദിക്കാലോ. എന്നെക്കാളും വലിയ ഇൽമ് ജ്യേഷ്ഠന് കൊടുത്തു, അല്ലെങ്കിൽ ശിഷ്യന് കൊടുത്തു. അൽഹംദുലില്ലാഹ്, സന്തോഷല്ലേ? ചോദിക്കാലോ എന്തെങ്കിലും സംശയം, എന്തെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ. അയൽക്കാരൻ നല്ല ജോലി കിട്ടിപ്പോയി, അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. നമ്മളും പറഞ്ഞു യെസ്, അയാളും പറഞ്ഞു യെസ്. അയാൾ എസ്സിനാണ് മാർക്ക് കിട്ടിയത്. കാരണം അയാളോട് 2ാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ എസ് എന്ന് പറഞ്ഞു. നമ്മളോട് 2ാമത്തെ ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞു. നമ്മളെ പറ്റിയില്ല. അങ്ങനെ ഉണ്ടാവും ചില ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ.
ഒന്നാമത്തിന് യെസ്, രണ്ടാമത്തിന് നോ എന്ന് പറയും. പലരും അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മറുപടി കിട്ടില്ല, ചോദ്യം ശരിക്കും തിരിയില്ല. അപ്പൊ ഒരാളോട് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എടുത്തേക്ക് തന്നെ പറഞ്ഞു യെസ് എന്നാണ്. അപ്പൊ ടിക്ക് കിട്ടു. പറ്റൂല, മാരീഡ് ആൾക്കാരെ ഈ ജോലിക്ക് പറ്റൂല, വിവാഹം കഴിക്കാത്തവരോട് ആഗ്രഹിക്കുന്നത്. 2-3 കൊല്ലത്തെ ചാൻസ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളിവിടെ നാട്ടിൽ തന്നെ കൂടിക്കൊള്ളുന്നു. മറ്റേയാള് ഇതേ ചോദ്യത്തിന് നോ എന്നാ പറഞ്ഞു, അയാൾക്ക് മാർക്ക് കിട്ടി. രണ്ടാളോട് ചോദിച്ച ചോദ്യം ഒന്നാണ്, ഒരാൾക്ക് അത്ര മനസ്സിലായില്ല, അതുകൊണ്ട് അയാൾ തോറ്റുപോയി, മറ്റാൾ ജയിച്ചുപോയി. ഒരേ വിദ്യാഭ്യാസം രണ്ടാക്കുള്ളൂ, പക്ഷെ അതിനെ ഹസദ് വെക്കണ്ടല്ലോ. ഓനേതായാലും കിട്ടിയില്ല, നമുക്ക് കിട്ടിയില്ല, അൽഹംദുലില്ലാ, സന്തോഷല്ലേ, അങ്ങനല്ലേ കരുതണ്ടേ. പക്ഷെ അപ്പോഴേക്ക് ഹസദ് തുളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ അങ്ങനെ പറഞ്ഞത്, ഹിസാബില്ലാതെ സ്വർഗത്ത് മാത്രം പോണോലല്ല, നരകത്ത് പോണോലുണ്ട്. അതിൽ 6 വിഭാഗത്തെ എണ്ണിയപ്പോ അവസാനം എണ്ണിയ വിഭാഗമാണ് ഉലമാക്കൾ ബിൽ ഹസദി, ഹസദ് കൊണ്ട് നേരത്തെ നരകത്ത് പോകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഖൽബൊക്കെ നമ്മൾ ആ വിഷയത്തിൽ നന്നാക്കണം.